എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെൻറ്റേഷനേ അല്ല. ഒരു കാര്യം കൂടെ ആഡ് ചെയ്തോട്ടെ, ഈ സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണലായിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൻ്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെൻറ്റേഷനേ അല്ല ഈ സിനിമ. അത് ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മളുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. അത് എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ മറിച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്തരം പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങളും അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിൻ്റെ രസചരട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ചോദിക്കാൻ വേറെ കാരണം നരിവേട്ട ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയില് മുത്തങ്ങ സമരത്തിനോട് ഈ സിനിമ വരും തലമുറയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? ചോദ്യം മുഴുവൻ കേട്ടില്ല കേട്ടോ. കേട്ടില്ല, പകുതി കേട്ടുള്ളൂ. അല്ലെ, ഈ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയില് മുത്തങ്ങ സമരമില്ലേ, അത് വരും തലമുറയിൽ ഈ സിനിമയിൽ എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട് ഈ സിനിമ? അതാണ് നമ്മൾ ഓൾറെഡി പല സ്ഥലത്തും പറഞ്ഞാണ്. നമ്മളിതൊരു പെർട്ടിക്കുലർ ഇൻസിഡൻസിനെ പിക്ക് ചെയ്ത് ഡോക്യുമെൻ്ററി ചെയ്യുന്നതല്ല ഇത്. ഒരു സംവിധായകൻ എന്ന നിലയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് ഇൻസിഡൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളെടുത്ത ഒരു സിനിമാറ്റിക് ലിബർട്ടിയാണ് ഈ സിനിമ. എന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ കാണാൻ പറ്റും. അത്തരം സൂചനകൾ ഈ സിനിമയിലുണ്ട്. നീതിപൂർണമായ സമീപനമാണത്. ഇപ്പം മുത്തങ്ങ സമരമായിക്കോട്ടെ, ചങ്ങര സമരമായിക്കോട്ടെ, അങ്ങനെ പൂയംകുട്ടി മുതലുള്ള സകല സമരങ്ങളോടും ഐക്യപ്പെടുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിലെ കണ്ടന്റുകളെ നീതിപൂർണമായും തന്നെയാണ് നമ്മൾ സമീപിച്ചിരിക്കുന്നത്. അതിൽ ഇന്നൊരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് എന്നുള്ളത് നിങ്ങൾ ആ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയിരുത്തലിന് വിട്ടിരിക്കുകയാണ് എന്നതാണ് ഈ സമയത്ത് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ വൈനോ ഇവിടെ? കാരണം 2003 വലിയൊരു ടെറർ നമ്മൾ വാർത്തകളിലൂടെ ആയാലും നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഒരു വലിയൊരു ടെററായിരുന്നു അത്. അത് പിന്നെ ഓർമ്മപ്പെടുത്തുക, തിയേറ്ററിൽ ഇങ്ങനെ ഒരു സ്ക്രീനിങ്ങിലൂടെ കൊണ്ടുപോകുക, എന്ത് പ്രാധാന്യമാണ് അതിനോട് ഉദ്ദേശിക്കുന്നത്? അല്ല, വീണ്ടും നിങ്ങൾ മുത്തങ്ങ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2003 സംഭവിച്ച മുത്തങ്ങ ഇൻസിഡൻറ്റും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അത് മുത്തങ്ങ സമരത്തെ തന്നെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ സംഭവത്തെ ഡോക്യുമെൻ്ററി ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾക്ക് മുൻകാലങ്ങളിൽ നടന്നിരുന്ന മഹാരഥന്മാരായിട്ടുള്ള സംവിധായകർ, എഴുത്തുകാർ, ഇപ്പോൾ MT സാറ്, IV ശശി സാറ്, ഇപ്പോൾ രഞ്ജി പണിക്കർ സാറ് ഒക്കെ അതാത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച സിനിമകൾ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ബോധ്യങ്ങൾ വെച്ച് അബിൻ ആണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അബിൻ്റെ തിരക്കഥയ്ക്ക് യോജിച്ച തരത്തിൽ എൻ്റെ രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും മാനവിക ബോധ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് പാക്കേജും കൂടെ ആ സിനിമയിലുണ്ട്. അതിൻ്റെ സ്കെയില്, അത് എക്സിക്യൂട്ട് ചെയ്ത ലെവൽ, ഇത്രയും ടെക്നീഷ്യൻ ബാവയ്ക്ക് അടക്കമുള്ള ഷമീർ, ജയ്സേട്ടൻ, രംഗേട്ടൻ, അതുപോലെ അഭിനയിച്ചിരിക്കുന്ന ടോവി, സുരാജേട്ടൻ, ചേരൻ സാർ, അങ്ങനെ പ്രേംവത, ആര്യ, പ്രണവ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ടെക്നീഷ്യന്മാരുടെയും ആർട്ടിസ്റ്റുകളുടെയും പരിശ്രമ ഫലമായി ഉണ്ടാകുന്ന ഒരു വലിയ സ്കെയിൽ സിനിമ ആയിട്ടാണ് ഇതിനെ നിങ്ങൾ റീഡ് ചെയ്യേണ്ടത്. അതിൻ്റെ അകത്തുള്ള വരികൾക്കിടയിലുള്ളത് നിങ്ങൾ തിയേറ്ററിൽ ഇരുന്ന് കൃത്യമായി
നിങ്ങളൊരു ഊഹം വെക്കുന്നതിനപ്പുറത്ത് തിയേറ്ററിലിരുന്ന് നിങ്ങൾ കണ്ടിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് റീഡിംഗ് ആണ് കിട്ടുന്നതിനുള്ള ചോദ്യങ്ങളെ ഉത്തരം പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമ്മുടെ ഭാഗത്ത് സത്യസന്ധമാവുക എന്നാണ് ഈ സമയത്ത് നമുക്ക് തോന്നുന്നത്.